വിഴിഞ്ഞം പദ്ധതിയെ ഇപ്പോൾ നമ്മുടെ കോൺഗ്രസും CPM-ഉം ഒക്കെ ഒരു കുഞ്ഞ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ കുഞ്ഞിന്റെ അച്ഛനാര് എന്ന ചോദ്യത്തിന് വലിയ അടിപിടിയാണ് നടക്കുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പിതൃത്വം കോൺഗ്രസിന്റേതാണോ CPM-ന്റേതാണോ എന്ന് ഞാൻ ചോദിച്ചാൽ ശ്രീരാമുലു ഈശ്വർ, എന്താണ് താങ്കളുടെ മറുപടി? പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് സന്ദേശം എന്ന സിനിമയില് മരിച്ചു കിടക്കുന്ന ഒരു ശവശരീരത്തിൽ നമ്മുടെ മാമുക്കോയ പറയും. ഭയങ്കര അർത്ഥഗർഭമായ ഒരു ഡയലോഗാണ്. അതായത് മാമുക്കോയ അന്ന് കോൺഗ്രസ്സുകാരനാണ്, അപ്പുറത്ത് CPM-കാരാണ്. അപ്പൊ മാമുക്കോയ പറയും ഈ ശവശരീരം ഞങ്ങളുടെയാണ്. അപ്പൊ ആ പോലീസുകാരൻ, അവിടെ ഏതോ ഒരു ആക്ടർ, ആരാന്ന് പോലും അറിയില്ല കേട്ടോ, ഇന്ന് ആ പോലീസുകാരനെ കണ്ട അഭിനേതാവ് പോലും അല്ല, അയാൾക്കാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയലോഗ് ശ്രീനിവാസൻ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയും ആ ശവശരീരം മരിച്ച ആളുടെയാണ്. ഭയങ്കര അർത്ഥതലങ്ങളുള്ള ഒരു ഡയലോഗാണ്. അതായത് മരിച്ചാലെങ്കിലും നമ്മൾ ഈ രാഷ്ട്രീയം വിടണം എന്നുള്ളതാണ്. ഈ ജീവിച്ചാൽ ഈ രാഷ്ട്രീയം വിടണം. രണ്ട്, എന്റെ അതിൽ കാവ്യാത്മകമായ ഒരു മറുപടി പറയാം. വിഴിഞ്ഞത്തിന്റെ പിതൃത്വം കോൺഗ്രസിനാണോ കമ്മ്യൂണിസ്റ്റിനാണോ, ഇനിയും സെൻട്രൽ ഗവൺമെന്റ് ഹെൽപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ BJP-ക്കും മോദിജിക്കുമാണോ, അതോ ഇനി അദാനിയാണല്ലോ ഇത്രയും കാശ് ഇനീഷ്യലി ഇറക്കുക, അദാനിക്കാണോ എന്ന ഉത്തരം എനിക്കറിയില്ല. പക്ഷേ വിഴിഞ്ഞത്തിന്റെ മാതൃത്വം നമ്മുടെ നാടിനും കേരളത്തിനും ഇന്ത്യക്കുമാണ്. അപ്പോ പിതാവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം ഉണ്ടാകും, പക്ഷെ മാതാവ് നമ്മുടെയാണ്. ഇനി നമുക്കൊന്ന് നോക്കാം, അത് വെറും ഡയലോഗ് മാത്രമാണോ, അതിൽ റിയാലിറ്റി ഉണ്ടോ? വിഴിഞ്ഞം ഇന്നേ രീതിയിൽ കൺസീവ് ചെയ്ത് എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ സർ CP രാമസ്വാമി അയ്യർ, അദ്ദേഹത്തിന്റെ കാലം മുതൽ വിഴിഞ്ഞം ഹാർബറിനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ വളരെ ശക്തമായി തന്നെ ആ കാലത്ത് മുതൽ നമ്മുടെ ഇപ്പൊ അദ്ദേഹം ഈ ഇടതുപക്ഷക്കാരുടെ ദുരാന്ത ശത്രുവാണ്, പക്ഷെ അദ്ദേഹം അന്നേ വിഴിഞ്ഞത്തെ കുറിച്ച് ചിന്തിച്ച വലിയൊരു ദീർഘദർശിയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ ഇനി എനിക്ക് വിഴിഞ്ഞോട് വ്യക്തിപരമായ ബന്ധമുള്ളത്, മൻമോഹൻ സിംഗ് ജി പ്രധാനമന്ത്രി ആയിരുന്നു. അപ്പം വിഴിഞ്ഞത്തിന്റെ തറക്കല്ലിടലിന്റെ ഒരു ചടങ്ങുണ്ടായിരുന്നു. എന്നെയാണ് അതിന് ആങ്കറായിട്ട് ഹോസ്റ്റായിട്ട് വെച്ചിരുന്നത്. അവസാന നിമിഷം പണിയോ എന്തൊക്കെയോ അവരുടെ ഇൻട്രൊഡക്ഷനോ എന്തൊക്കെയോ തർക്കം പൂർത്തിയാകാത്തതുകൊണ്ട് പരിപാടി നടക്കാത്തതാണ്. അപ്പോ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തടക്കം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് പോസിറ്റീവാണ്. രണ്ട്, അദാനി അടക്കം ഇത്രയും കാശിറക്കാൻ ആരെങ്കിലും വേണ്ടേ? നമ്മുടെ ഇത്രയും കാശുണ്ടോ? നമ്മുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇത്രയും കാശ് സ്പെൻഡ് ചെയ്യാനുണ്ടോ? വിഴിഞ്ഞം ഏറ്റവും പ്രധാനപ്പെട്ട നാച്ചുറൽ ഹാർബറാണ്. അതായത് നമ്മുടെ ബാക്കിയുള്ള പോർട്ടുകളെക്കാൾ, ദുബായിയേക്കാൾ, സിംഗപ്പൂരിനേക്കാൾ ഒരു നാച്ചുറൽ ഹാർബർ ഉണ്ട്. അതായത് മണ്ണൊന്നും ഡ്രഡ്ജ് ചെയ്ത് മാറ്റണ്ട, വലിയ മദർഷിപ്പുകൾക്ക് ഈസി ആയിട്ട് വരാൻ കഴിയുന്ന സ്ഥലമാണ്. അപ്പോ വിഴിഞ്ഞം ഉമ്മൻചാണ്ടി സാറിന്റെ ഒരുപാട് ഇനീഷ്യേറ്റീവ് ഉണ്ട്. നമ്മുടെ ലെഫ്റ്റ് ഗവൺമെന്റ് വന്ന് അതിന് തടസ്സം നിന്നില്ല. അദാനിയോട് എല്ലാ കാര്യത്തിലും അടിയാണ്, അദാനിയെ ചീത്തവിളിയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇടതുകാർ അവരുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ അദാനിക്കൊപ്പം നിന്നു. ശ്രീ ശശി തരൂർ അടക്കം അദ്ദേഹം പറയുന്നത് ഒരിക്കൽ അദാനിയെ എയർപോർട്ടിൽ വെച്ച് കണ്ടു എന്നും അവർ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്നും അദ്ദേഹത്തിനും കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയായിരിക്കണം, ആ ശശി തരൂർ സാർ അങ്ങനെ വെറുതെ പറയുന്ന ഒരാളൊന്നുമല്ല. മൂന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എല്ലാം അറിയുന്ന പോലെ മോദിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ് അദാനി. അല്ലെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല, മോദിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവരുടെയും കോൺട്രിബ്യൂഷൻ, മോദിജിയുടെയും കോൺട്രിബ്യൂഷൻ സെൻട്രൽ തലത്തിലും ഉണ്ട്. അപ്പോ നമ്മുടെ കളക്റ്റീവ്, നിങ്ങൾ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജനനായക പിതൃത്വം ഏറ്റെടുത്താൽ പോരെ? അതിലൊരു കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP വിഭാഗീയത വേണോ? നമ്മുടെ നാടിനും പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് എനിക്കൊരു സ്പിരിറ്റ് കൂടുതലുമാണ്. ശ്രീ പത്മനാഭന്റെ മണ്ണിന്, ശ്രീ പത്മനാഭന്റെ നഗരത്തിന് ഇത്രയധികം വികസന സാധ്യതകൾ വരുന്ന വിഴിഞ്ഞത്തെ നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ ക്രെഡിറ്റിന്റെ പേരിൽ അടികൂടുന്നതിന് ഏതെങ്കിലും രീതി അർത്ഥമുണ്ടോ? നമ്മളൊക്കെ മരിച്ചാലും നമ്മുടെ മക്കളും മക്കളുടെ മക്കൾ പോലും ജീവിക്കുന്ന ആ സ്ഥലം എന്നേക്കുമായി മാറ്റാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് കൂടെ സാധാരണക്കാരറിയണം. ഒരു തുറമുഖം വന്നാൽ, ഒരു പോർട്ട് വന്നാൽ ആ സ്ഥലത്തിന്റെ വികസനം മാറും. കാര്യം ലോകത്തിൽ ഇന്നും വലിയൊരു ശതമാനം ഇൻഡസ്ട്രിയും ട്രേഡും നടക്കുന്നത് കപ്പൽ മാർഗത്തിലൂടെയാണ്. ഈ കപ്പലിലൂടെയാണ് ഒരുപാട് ഗുഡ്സ്, ചരക്കുകളും മറ്റും കൊണ്ടുവരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഭാവി തന്നെ മാറ്റാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ കൊച്ചിയാണല്ലോ ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം. എന്തുകൊണ്ടാണ് കൊച്ചി ആയെന്നറിയാവും? പണ്ട് കൊച്ചി ആയിരുന്നില്ല, പണ്ട് കൊടുങ്ങല്ലൂർ അടക്കമുള്ള സ്ഥലമായിരുന്നു. 1520 കൊച്ചി ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭാഗങ്ങളിൽ വലിയൊരു വെള്ളപ്പൊക്കവും മറ്റും ഉണ്ടായി. അവിടുത്തെ പോർട്ട് മറ്റും നശിച്ചതിന് ശേഷമാണ് കൊച്ചി വളരുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അതേപോലെ തിരുവനന്തപുരത്തിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം നമ്മൾ കൂടുതൽ മിഡിൽ ക്ലാസ്സുകാരാണ് താമസിക്കുന്നത്, കൂടുതൽ ബിസിനസ്, കൂടുതൽ വ്യാപാരം, വിപണനം ഒക്കെ വരാനുള്ള വലിയ സ്പേസ് ആണ്. പിതൃത്വത്തിന്റെ പേര് അടികൂടിക്കോളും, പക്ഷെ മാതൃത്വം നമ്മുടെ നാടിനാണ്, അത് കേരളത്തിനാണ്, ഇന്ത്യക്കാണ്, ഭാരതത്തിനാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായത്.
പക്ഷേ നമ്മുടെ വി ശിവൻകുട്ടി ഈ ഒരു സാഹചര്യം, ഇത് പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഭാര്യ കമലയും ഒപ്പം കൊച്ചുമകൻ ഇഷാനും കൂടെയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഒരു സന്ദർശനത്തിന് അദ്ദേഹം വന്നപ്പോൾ കൂടെ വന്നത്. അതിൽ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദിവ്യ എസ് അയ്യർ ഈ പദ്ധതിയെ കുറിച്ച് സ്ക്രീനിലൊക്കെ കാണിച്ച് വിശദീകരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വലതുവശത്ത് ടേബിളിന്റെ സൈഡിലായിട്ട് ഇരിക്കുകയാണ് ഇവരുടെ ഈ കുടുംബം. ഭാര്യയെ കൂടെ കൂട്ടുന്നത് നമുക്കറിയാം, മാരിടൈം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, അത് ഓക്കെ. കൂടെ ഭാര്യ മാത്രമല്ല, മകളും കൊച്ചുമകനും ഉണ്ട്, കുടുംബം അടക്കമാണ് വന്നത്. ഇവര് വന്നു എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു വാഹനം എന്ന് പറയുന്നത്, ആ വാഹനത്തിന്റെ മുൻപിൽ ഇരിക്കേണ്ടത് ഓഫ് കോഴ്സ് ഡ്രൈവറും മറ്റൊന്നൊരു സുരക്ഷാ ഭടനാണ്, അല്ലെങ്കിൽ ബോഡി ഗാർഡ് ആയിട്ടുള്ള ആരാണോ ആ ഓഫീസർ ആവണം ഇരിക്കുന്നത്. ഇത് പകരം മകൾ വീണ വിജയനാണ് ഇരുന്നത്. ഇതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത്തരം പോയിന്റുകളൊക്കെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ CPM പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടാണ് ഇതും നിങ്ങൾക്ക് നേരെ ചൂണ്ടപ്പെടുന്നത്. അതുകൊണ്ട് മാത്രം പറയുകയാണ്. അപ്പം ഇത്തരത്തിൽ ഇവരിങ്ങനെ കുടുംബസമേതം ആർത്തുല്ലസിച്ച് വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നിടത്താണ് നമ്മുടെ വി ശിവൻകുട്ടി വിനയ പുരസ്കാരം അറിയിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി CPMന്റെ കുഞ്ഞാണ്, ആ കുഞ്ഞിന്റെ ഒരു ചടങ്ങിൽ കുടുംബം പങ്കെടുക്കേണ്ടതല്ലേ? അല്ല തമാശ സീരിയസ്ലി. അല്ല എനിക്കറിയാം, ഞാൻ വായിച്ചു. എന്റെ തമാശ എന്ന് പറഞ്ഞാലേ, ഇത് ശരിക്കും ഞാൻ പാർട്ടിയെ ബഹുമാനത്തോടെ പറയുകയാണ്, CPMന്റെ ഒരു വലതുപക്ഷ വ്യതിയാനമാണ്. അതായത് പണ്ട് സ്ഥിരം ഈ കോൺഗ്രസ് നേതാക്കളാണ് പലപ്പോഴും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത്. മക്കളെ പ്ലേസ് ചെയ്യും, മക്കളെ കൂടെ കൊണ്ടുപോകും, മക്കൾക്കൊരു പ്രാധാന്യം കൊടുക്കും. CPM അന്നൊക്കെ അതിനെതിരെ ശക്തമായി പറഞ്ഞിരുന്നതാണ്. അതായത് എനിക്ക് ഇതിന് ഓർമ്മയുണ്ടെന്നല്ല, പണ്ട് ലീഡർ കരുണാകരൻ സാറിന്റെ കാലത്ത് മുരളീധരൻജി വരുന്നതിനെതിരെ, മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസിൽ തന്നെ പല ആൾക്കാരും, അതായത് മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നതെന്ന് വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. എന്നൊക്കെ CPM ഒക്കെ കടുത്ത രീതി എതിരായിരുന്നു. പക്ഷേ ശ്രീ പിണറായി വിജയൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ, ഫോറിൻ ട്രിപ്പിന് പോകുമ്പോൾ ഫാമിലിയെ കൊണ്ടുപോകുന്ന രീതിയും മറ്റുമൊക്കെ ഉണ്ട്. അനൗചിത്യമാണോ എന്ന് ചോദിച്ചാൽ CPMന്റെ പാർട്ടി കണ്ണുകളിൽ പോലും അത് അനൗചിത്യമാണ്. ഇപ്പൊ ശരിക്കും അത് ആലോചിച്ചാലേ, ഒരു കോൺഗ്രസ് നേതാവ് ഇത് ചെയ്താൽ ആരും ഒന്നും പറയില്ല. കാര്യം കോൺഗ്രസ്സുകാർ പണ്ട് മുതലേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ശരിയായോണ്ടല്ല, കോൺഗ്രസ്സുകാർ പണ്ട് മുതലേ ആ രീതിയിലുള്ളൊരു കൾച്ചർ മുമ്പോട്ട് വെക്കുന്നതാണ്. എന്നാൽ CPMകാർ ചെയ്യുമ്പം, വിശിഷ്യ സർവ്വസൈന്യാധിപനായ സർവാധികാരക്കാരനായ ശ്രീ പിണറായി വിജയൻ ചെയ്യുമ്പോൾ CPMലെ അണികൾക്ക് പോലും പലപ്പോഴും മറുപടിയില്ല. അതായത് ഇപ്പൊ ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, ഇതൊരു കോൺഗ്രസ് നേതാവാണ് ഇതേപോലെ ചെയ്തെങ്കിൽ CPMകാർ എന്ത് പറയായിരുന്നു? മകൾ കേസിൽ അകപ്പെട്ടുകൊണ്ട് മകൾക്ക് കൂടുതൽ വിസിബിലിറ്റി കൊടുക്കുക, മകൾക്ക് കൂടുതൽ സ്വീകാര്യത കൊടുക്കാനുള്ള തന്ത്രമാണ്. എന്തിനാണ് മകളെയും കൊച്ചുമോനെയും കൂടെ? അവിടെയാണ് ശ്രീ രാഹുൽ ഈശ്വർ, നമ്മുടെ CPMന്റെ മുതിർന്ന നേതാവ് അനിൽകുമാർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ കണ്ടിട്ടുണ്ടാവും. പണ്ട് ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രിയായിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ AK ആന്റണി സാർ. അന്ന് വിമാനവാഹിനി നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആ വിമാനവാഹിനി നീറ്റിലിറക്കിയത് അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ആണ്. അപ്പം അതിനെയാണ് ഇതുമായിട്ട് അവർ കമ്പയർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ മാരിടൈം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടുത്തെ സഖാക്കന്മാർക്ക് അറിയാനിട്ടൊന്നുമല്ല. പക്ഷെ സൈബർ സഖാക്കന്മാരും അന്തം കമ്മികളും അത് നൈസായിട്ട് അങ്ങ് മറന്നുപോയി എന്നുള്ളതാണ്. അല്ല, ഇതിന്റെ പ്രശ്നം അവർക്ക് ശ്രീ പിണറായി വിജയൻ എന്ത് ചെയ്താലും ഡിഫെൻഡ് ചെയ്തേ പറ്റൂ. കാര്യം ശ്രീ പിണറായി വിജയനാണ് കേരളത്തിൽ CPMന്റെ മുഖം. ശ്രീ പിണറായി വിജയനാണ് റൂളർ മാത്രമല്ല, റൂളും അദ്ദേഹമാണ്. അതുകൊണ്ട് ഇപ്പൊ പിണറായി വിജയൻ അതുകൊണ്ടാണല്ലോ എക്സെപ്ഷൻ. പ്രായപരിധിക്ക് ശ്രീ പിണറായി വിജയൻ ആര് എക്സെപ്ഷൻ കൊടുത്തു? അദ്ദേഹം തന്നെ എക്സെപ്ഷൻ കൊടുത്തു. അപ്പൊ എന്ന രീതിയിലാണ് അദ്ദേഹം ഭരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ശേഷം ഒരു പ്രളയം എന്നൊരു അവസ്ഥയിൽ CPMന് വേണ്ട രീതിയിൽ ഒരുപാട് നല്ല നേതാക്കളുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ ഇപ്പം ഗോവിന്ദ മാഷിനൊക്കെ എനിക്ക് ഭയങ്കര വ്യക്തിപരമായി ഇഷ്ടമുള്ള ആളാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോ ശ്രീ പിണറായി വിജയൻ എന്ത് ചെയ്താലും അത് ന്യായമാണ് എന്ന് ന്യായീകരിക്കാനുള്ള ബാധ്യത നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉണ്ട്. പക്ഷെ അവരിനി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം, നാളെ ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിന്റെ ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ ഇവർക്ക് മറുപടി ഇല്ലാതാവും. ഇപ്പൊ സിമ്പിൾ ആയ ഒരു കാര്യം പറയാം, ഞാൻ വീണ വിജയനെ ഒന്നും വേട്ടയാടരുതെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നാളെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ആള് ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുടെ മക്കളുടെ ആരോപണം വന്നാൽ അവര് ആ പിതാവ് രാജിവെക്കണമെന്ന് പറയാനുള്ള ഒരു വോയിസ് CPMൽ ഇല്ലാതായി. അപ്പൊ CPMന്റെ ആ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ പലപ്പോഴും ഇല്ലാതാകുക എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായാൽ മതി.
തീർച്ചയായും. എന്തായാലും വിഴിഞ്ഞം പദ്ധതി അടുത്ത മാസം ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ സമർപ്പിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് വികസന നേട്ടങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു പദ്ധതി വഴി സാധിക്കും. കേരളം കൂടുതൽ ഒരു പുരോഗതിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ആ നാട് രക്ഷപ്പെടും. ആ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നു. ഒരുപാട് പേര് അവിടെ തൊഴിലെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അന്ന് അവിടെ ഓപ്പറേറ്റർ ആയിട്ട് ഇരുന്ന വനിതകളൊക്കെ ആ നാട്ടുകാർ തന്നെയാണ്. അവരെയൊക്കെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ വി ശിവൻകുട്ടി പറയുന്നത് പോലെ ഒരു കുഞ്ഞിന്റെ 28-നൊക്കെ പോകുന്നത് പോലെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നോ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്റെ കുടുംബത്തെ കൊണ്ടുപോകണമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ്. എന്തായാലും വ്യക്തമാണ് ശ്രീ രാഹുൽ ഈശ്വർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.